ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുള്ളത് വാഗമണിലാണ്. വാഗമണിലൊരു പ്രൈവറ്റ് പൂൾ റിസോർട്ടിലാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് വാഗമണിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറി തേയിലത്തോട്ടത്തിൽ ചുറ്റിപ്പെട്ട് കിടക്കുന്ന സ്ഥലത്തുള്ള ഒരു പ്രൈവറ്റ് പൂൾ വില്ലയിലാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. വില്ലേൻ്റെ പേരാണ് ഗോൾഡൻ ലിയോൺ എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടുകളാണിത്. ഇത് നമുക്ക് ഒരു പ്രൈവറ്റ് വില്ലയായിട്ടാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂമുള്ള റൂംസും ഒരു സ്വിമ്മിംഗ് പൂളും അടങ്ങുന്നതാണ് ഇവരുടെ വില്ല. അതിമനോഹരമായ പാർക്കും അതിമനോഹരമായ ക്ലൈമറ്റ്, സീനറി എല്ലാം നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളെ ആയിക്കൊണ്ട് വരുന്നവരാണെങ്കിൽ ഗെയിംസിന് ഒരുപാട് സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല, വലിയവർക്കാണെങ്കിൽ പോലും നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് എൻ്റർടൈൻമെൻറ്റിനെ പറ്റിയ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ അതിമനോഹര വ്യൂ ആണ്. ഗാർഡൻ ഏരിയയൊക്കെയാണ് ഭയങ്കര ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് സ്വിമ്മിംഗ് പൂള് നമ്മൾ ചിന്തിക്കുന്ന പോലെ നല്ല 5 അടി താത്തമുണ്ട്, അതിൽ 15 അടി നീളമുള്ള സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരു സൈഡ് വശം എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്ന രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ റൂംസിൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ റൂംസൊക്കെ വലിയ റൂംസാണ്. അതായത് നമ്മൾ ചിന്തിക്കുക, നമുക്കൊരു ചെറിയ ടേബിള്, സോഫ സെറ്റ്, TV, AC എല്ലാം, പിന്നെ നല്ല സ്പേസസ്. അതായത് നമുക്ക് കിട്ടുമ്പോൾ വലിയ റൂമാണ്. നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാരൊക്കെ ഒരുമിച്ച് വരുവാണെങ്കിൽ സ്റ്റേ ചെയ്യാൻ പറ്റിയ അതേ രീതിയിലുള്ള റൂംസും കാര്യങ്ങളും ഉറപ്പെടുന്നത്. പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ. ഒരു പ്രൊവൈഡ് ചെയ്യുന്നതിൽ 2 വലിയ റൂമാണ്, പിന്നെ ഒരു മീഡിയം റൂമും. ഈ 2 വലിയ റൂംസിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റും കർട്ടനും, നമ്മൾ കർട്ടൻസൊക്കെ നീക്കിയിട്ടുണ്ട്. പുറത്ത് അതിമനോഹരമായ പ്രകൃതി ഭംഗി നമുക്ക് കാണാൻ സാധിക്കും. അതേ രീതിയിലുള്ള നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. രാവിലേക്ക് ആകുമ്പോഴേക്കും നല്ല രസമായിരിക്കും കേട്ടോ. കാരണം ചുറ്റും നമ്മളിങ്ങനെ ഈ തേയിലക്കുന്നുകൾ കണ്ടിട്ടില്ലേ, തേയിലക്കുന്നുകൾ ഇങ്ങനെ എന്തായാലും താഴ്വാരത്താണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 4 സൈഡിൽ നിന്ന് ഇങ്ങനെ ഈ തേയിലക്കുന്നുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് എടുത്തു പറയേണ്ട ഏറ്റവും വലിയൊരു സംഭവം കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്ത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരതിന് കിച്ചൺ അങ്ങനെ ഏറ്റവും സെറ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കിച്ചണിലേക്കും കാര്യങ്ങളൊക്കെ നമുക്ക് സെപ്പറേറ്റ് ഓരോ കാര്യങ്ങൾ നമുക്ക് വാങ്ങിക്കൊണ്ട് പോയിട്ട് നമുക്ക് സ്വന്തം പ്രിപ്പയർ ചെയ്യാനും കാര്യങ്ങളെല്ലാം പറ്റും. അതുകൂടാതെ നമുക്ക് ചെറിയൊരു പാർട്ടി നടത്താൻ പറ്റുള്ളൂ, ചെറിയൊരു പാർട്ടി ഏരിയ. അതുകൂടാതെ നമുക്ക് ഗ്രില്ല് ചെയ്യണമെങ്കിൽ ഗ്രില്ല് ചെയ്യാം, പിന്നെ ക്യാമ്പ് ഫയർ ചെയ്യണമെങ്കിൽ ക്യാമ്പ് ഫയർ ചെയ്യാം. അതിനുള്ള ഒരു ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. ലൈറ്റും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ നമുക്ക് റെയിൻ ഡാൻസ് നടത്താൻ പറ്റില്ല, റെയിൻ ഡാൻസിനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പോർഷനും ഈ സെപ്പറേറ്റ് നമുക്ക് നല്ല രീതിയിൽ വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഇതെല്ലാം ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു എൻജോയ് ചെയ്യാൻ വരുമ്പോൾ നമുക്ക് ആ എൻജോയ്മെൻറ്റ് മൂഡ് നല്ല രീതിയിൽ കിട്ടുന്ന രീതിയിലാണ് ഇവർ കറക്റ്റ് ചെയ്ത് എല്ലാ സെറ്റിങ്സും എല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളതുകൊണ്ട് അത് എടുത്ത് നോക്കേണ്ട വളരെ രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ കിച്ചണിലേക്ക് വരുവാണെങ്കിൽ നമുക്കൊരു ഡൈനിങ് മേശയും കസേരയും കാര്യങ്ങളും, ഗ്യാസ്, ഫ്രിഡ്ജ്, അങ്ങനെ A to Z എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്വന്തമായി കുക്ക് ചെയ്യുന്നതിന് നമുക്ക് സ്വന്തമായി കുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ചെക്കിൻ ചെയ്യുന്നത്. പിറ്റേ ദിവസം രാവിലെ നമുക്ക് 11 മണി വരെ സമയമുണ്ട്. അപ്പോൾ 2 മണിക്ക് ചെക്കിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും വന്ന് പുറത്തേക്ക് ഒന്ന് എൻജോയ് ചെയ്ത് എല്ലാം ചെയ്തിട്ടും ഗെയിംസിൽ ചെറിയ കാര്യത്തിലൊക്കെ ഇടപെട്ടിട്ടും പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഭയങ്കര നല്ല തണുപ്പാട്ടോ. ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ ക്ലൈമറ്റ് ആയതിൻ്റെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ഇവിടെ നിന്ന് ഓരോ വർത്തമാനമൊക്കെ പറഞ്ഞ് നമുക്ക് റെസ്റ്റ് ചെയ്തിരിക്കാനും പറ്റിയ കാര്യങ്ങളും എൻജോയ് ചെയ്ത് നല്ല രീതിയിൽ ഓരോ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാനും പറ്റുന്നു. പിന്നെ നമ്മളെല്ലാവരും കുടുംബസമേതം കാര്യമുള്ള ഒരു എൻജോയ്മെൻറ്റിന് വരുന്നതുകൊണ്ട് നമുക്കെല്ലാം നല്ലൊരു വ്യൂ കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്തായിരിക്കും നമുക്ക് സ്റ്റേ ചെയ്യേണ്ടത് കേട്ടോ. അല്ലാതെ നമ്മളിങ്ങനെ വെറുതെ യാത്ര ചെയ്യുന്നതിനെക്കാട്ട് ഏറ്റവും നല്ല ഇതേപോലത്തെ സ്ഥലത്ത് വന്ന് നമ്മൾ സ്റ്റേ ചെയ്ത് പ്രകൃതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ ആ ഒരു ക്ലൈമറ്റിലും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല സ്വീകാര്യമൊക്കെ ചെയ്ത് നമ്മുടെ മനസ്സൊക്കെ ഒന്ന് റിഫ്രഷായി എല്ലാത്തിൽ നിന്നും വിട്ടൊന്ന് മാറി നിൽക്കുന്ന നല്ല രീതിയിലായിരിക്കും കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഈ ഇതേപോലത്തെ റിസോർട്ടിൽ ഒരു ദിവസങ്ങൾ വന്ന് സ്റ്റേ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു അനുഭവമായിരിക്കും പുറപ്പെടും. നല്ലൊരു നമുക്ക് മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷായിട്ട് നല്ല രീതിയിലൊരു നല്ല അനുഭവം കിട്ടാനുള്ള എല്ലാ കാര്യമുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെല്ലാവരും ഇതേതൊരു റിസോർട്ടാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഇത് വാഗമണ്ണിൽ നിന്ന് നമുക്ക് ഒരു 5 കിലോമീറ്റർ മാത്രം ദൂരമുള്ളൂ. അപ്പോൾ അത് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് അറിയാം, വാഗമണ്ണിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൗൺ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിമനോഹരമായ സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇതേ രീതി സ്ഥലങ്ങളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ എല്ലാ ഫ്രീഡവും കാര്യങ്ങളും പ്രൈവസി അങ്ങനെ എല്ലാം കിട്ടും കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴേക്കൊക്കെ തന്നെയാണ് വ്യൂ ഉണ്ടോ, സൂര്യനെ അസ്തമിച്ച് വരുമ്പോഴേക്കും ശരിക്കും നമുക്ക് നല്ലൊരു വ്യൂസാണ് കിട്ടുന്നത്.
അപ്പോൾ ഇതുപോലെ ഈ ഗാർഡനിലൊക്കെ വൈകുന്നേരത്തെ സൂര്യപ്രകാശം അടിക്കുമ്പോഴേക്കും ക്ലൈമറ്റ് തന്നെ മൊത്തം അങ്ങ് ചേഞ്ച് ആയി തുടങ്ങി കേട്ടോ. ചെറിയ രീതിയിൽ കോട മഞ്ഞിറങ്ങാൻ തുടങ്ങി കേട്ടോ. ഇപ്പോൾ തന്നെ വൈകുന്നേരം ആവുന്നുള്ളൂ കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ല കോട മഞ്ഞുകളൊക്കെ ഇറങ്ങി തേയിലയൊക്കെ കണ്ടോ, തേയിലയൊക്കെ എടുത്ത് കാണിക്കും. നമുക്ക് ചുറ്റും തേയിലയാണ്, നമുക്കൊക്കെ തേയിലത്തോട്ടത്തിൽ കൂടെ പോയി ഫോട്ടോ എടുക്കാനും അങ്ങനെ ഏറ്റവും സെറ്റ് എല്ലാ കാര്യങ്ങളും. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ തേയിലത്തോട്ടത്തൊക്കെ പോയി ഫോട്ടോ എടുക്കാൻ നമ്മൾ പൈസ കൊടുക്കണം. ഇതേ രീതിയിലുള്ള എല്ലാ ഫെസിലിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.